അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനപ്പുറം ഇല്ല. HR-ന് ഇരുന്നിട്ട് നമ്മുടെ ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കണം. ടീമിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം. ബി ഓണസ്റ്റ് ടു യുവർ സെൽഫ്. ചാറ്റ് ബോക്സ് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പ്ലീസ് തിങ്ക് ടു യുവർ സെൽഫ് ആൻഡ് സേ whether did we really think about this HR strategies. That is great. You have done for 3 companies. You've done, some of them have done, some of them have not done. And when we sit and evaluate, Mohammed Shihab sir, ഇരുന്ന് ചിന്തിച്ച് HR-ന്റെ സ്ട്രാറ്റജി നമ്മളിങ്ങനെ ചിന്തിക്കുമ്പം ദാറ്റ് ഈസ് വെൻ എക്സാക്ട്ലി യു റിയലൈസ് ഹൗ മെനി ചാലഞ്ചസ് ആർ ദെയർ. ഈ ബിസിനസ് സ്ട്രാറ്റജി നമ്മൾ എഴുതി വെക്കുന്നത് പലപ്പോഴും നടപ്പിലാവാറില്ല. സ്ട്രാറ്റജി ഒക്കെ നടക്കും, പക്ഷെ അതൊരു റിസൾട്ട്സിലേക്ക് കൺവേർട്ട് ആവാറില്ല. അങ്ങനെ ഇഷ്ടംമാതിരി ആൾക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എക്സ്പെക്റ്റഡ്, വാട്ട് ഈസ് പ്രൊജക്റ്റഡ്, യു ആർ പ്രൊജക്റ്റഡ്. ഫോർ എക്സാമ്പിൾ, യു സ്ട്രാറ്റജൈസ്, ലെറ്റ്സ് സേ യുവർ ബിസിനസ് സ്ട്രാറ്റജി is to, or at the end of your business strategy, your results should be, I should have a crore of a turnover, or 2 crores of a turnover, or 3 crores, whatever it is. That is your projection. That's your projection. Our projection, that is your projected value, but what is your actuals? And we blame it on to, നമ്മൾ പലവരെയും പഴിചാരാറുണ്ട്. നമ്മൾ പ്രൊജക്റ്റഡ് ആയിട്ട് പല കോടികളും കാണാറുണ്ട്, ഇത്രയും മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടേൺ ഓവേഴ്സ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത് കിട്ടാത്തപ്പോൾ നമ്മൾ ബ്ലെയിം ചെയ്യും, ടീമിനെ ബ്ലെയിം ചെയ്യും, സാഹചര്യത്തിനെ ബ്ലെയിം ചെയ്യും. ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ ബ്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, COVID-19 ബ്ലെയിം ചെയ്യും, നമ്മൾ മാർക്കറ്റ് പ്രൈസിനെ ബ്ലെയിം ചെയ്യും, കോമ്പറ്റീറ്റേഴ്സിനെ ബ്ലെയിം ചെയ്യും. We'll blame everything that comes into our place. But do we realize, have we really worked on people are the one who bring us results? Have we worked on our people? That is most important. Let's get ahead. If you've not worked on your strategy, absolutely fine. We are all learning. അതുകൊണ്ട് തന്നെ ആണല്ലോ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇരിക്കുന്നത് തന്നെ. So let's look at how to plan our HR, or what all to do in HR strategy. ആദ്യം HR പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ we definitely need to understand what is this HR strategy made of. It is simply made up of 3 things. Simple. One is HR activities. എന്തൊക്കെയാണ് നമ്മൾ HR ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത്, അതെല്ലാം കൂടി ടെക്നിക്കലി പറയുമ്പോൾ പലതുമുണ്ട്. റൈറ്റ് ഫ്രം റിക്രൂട്ട്മെന്റ് to staff, I mean sourcing to staffing to recruitment to training to managing them, and then their salaries, their pays, anything that is legal, all this comes under activities. Whatever you do for your people, എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണോ ചെയ്യുന്നത്, all that comes under activities. Then there are certain principles. ഈ പലപ്പോഴും ഇന്നത്തെ കാലത്ത് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പം, അല്ലെങ്കിൽ ഒരു കമ്പനി പ്രൊഫൈൽ ഉണ്ടാക്കുമ്പം, കമ്പനിയെ കുറിച്ച് കൂടുതൽ ചോദിക്കുമ്പോൾ വിഷൻ, മിഷൻ ഒക്കെ നമ്മൾ വൃത്തിയിൽ എഴുതും. അതിനുശേഷം ചില സമയത്ത് ചില കണ്ടന്റ് റൈറ്റേഴ്സ് എഴുതാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും കോർ വാല്യൂസ്. So that is not meant for content writers to write. That should come from the directors, from the leaders, from the founders, from the businessman's heart, right way. What principles? ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന HR ഡിപ്പാർട്ട്മെന്റിലെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിയുടെ കോർ വാല്യൂസ് ആണ്. That needs to be really strong. നമ്മൾ എല്ലാവരും പലപ്പോഴും തെറ്റിപ്പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, അത് വെറുതെ ഒരു 5 വാല്യൂസ് നമ്മളൊരു കോമ്പറ്റീറ്ററിന്റെ വെബ്സൈറ്റിൽ നിന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും നോക്കിയിട്ടോ, we just simply jot down some 5 values, honesty, sincerity, something. But please all of us have some core value system that we hold very close to our heart. നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ഒരു കോർ വാല്യൂ സിസ്റ്റം ഉണ്ട്. HR-നും ആ ഒരു കോർ വാല്യൂ സിസ്റ്റം അപ്ലൈ ചെയ്യണം എന്നാണ്, which is very important. HR strategy formulate ചെയ്യുമ്പോൾ, and with that you get into the goals. ഇനിയിപ്പോ ഗോൾ എന്നൊക്കെ നമ്മൾ ഇഷ്ടമാതിരി കേട്ടിട്ട് മാഡം, പ്രത്യേകിച്ചും JCI-ലാകുമ്പം നമ്മൾ ഇഷ്ടമാതിരി ഗോൾ സെറ്റിംഗിന്റെ ക്ലാസ്സസും ഗോൾസും അതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ വെറുതെയാ, ചുമ്മാ കുറച്ച് ഗോൾസ് ഇങ്ങനെ എഴുതി വെക്കും. അത് എൻഡ് ഓഫ് ദി ഡേ ഗോൾസ് ചിലപ്പോൾ നടപ്പിലാകും, ചിലപ്പോൾ നടപ്പിലാവില്ല. When it comes to business, your goals have to be aligned with your objectives. Your objectives have to be aligned with your tasks. Your tasks have to be aligned with your actions. Your actions have to be aligned with your stakeholders. Your stakeholders have to be given an evaluation for the goal to happen. ഒന്നും കൂടി പറയാം,
ഗോൾസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ട് ഗോൾ ഉണ്ടാക്കിയാൽ ഇറ്റ് വിൽ സപ്പോർട്ട് ദ ഗോൾ. ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നമ്മൾ കൺവേർട്ട് ചെയ്യണം ടു പെർട്ടിക്കുലർ ടാസ്ക്സ്. ആ ടാസ്ക് ചെയ്തതിനു ശേഷം ആക്ഷൻ ഉണ്ടാവണം. ഓരോ ആക്ഷൻ ചെയ്യാൻ ഓരോരുത്തർ ആൾക്കാരുണ്ടാവണം. ദർ ഹാസ് ടു ബി എ സ്റ്റേക്ക് ഹോൾഡർ. ആൻഡ് ദ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീമാണ്. ദ പീപ്പിൾ ഇൻ യുവർ ഡിപ്പാർട്ട്മെന്റ് ഓർ പീപ്പിൾ ഇൻ യുവർ ടീം, those are the stakeholders. ഇവർക്ക് റെഗുലർ ആയിട്ട് ഫീഡ്ബാക്ക്, ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ ഇൻ മൈ ടോക്ക്, റെഗുലർ ഫീഡ്ബാക്ക് കൊടുത്തോണ്ടിരിക്കുന്ന, ഇവാലുവേഷൻ ഫീഡ്ബാക്സ് ഇതൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ that is where when it goes through this entire process is where your goals are accomplished. പിന്നീട് പലപ്പോഴും ഗോൾ ഒക്കെ സെറ്റ് ചെയ്യുന്നതിലെ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലാണ്. ബിസിനസ്സിലാകുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിൽ പല ഗോൾസും ഉണ്ടാവും. എനിക്ക് വി വാണ്ട് സം 100 crore ടേൺ ഓവർ ഓർ സം ടേൺ ഓവർ, വി ഗിവ് എ ബിഗ് നമ്പർ ടു അവർ ടേൺ ഓവേഴ്സ്. ആ ഒരു ഗോൾസ് ഫിക്സ് ചെയ്ത് ഈ കൊല്ലം ഇന്നൊക്കെ ചെയ്യണം എന്നുള്ളത് ഒറ്റ പ്രാവശ്യം ഒരു കൊല്ലത്തിൽ നോക്കും. ആഫ്റ്റർ ദാറ്റ് വി ഫർഗെറ്റ്, വി ഫ്ലോ വിത്ത് ദി ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പനി ആൻഡ് ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. അല്ലേ, നമ്മൾ ഈ ഓപ്പറേഷൻസിന്റെ കൂടെ അങ്ങ് മയങ്ങിപ്പോയി. അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ അപ്പം തീർക്കുക. ദാറ്റ്സ് കോൾഡ് ഫയർ ഫൈറ്റിംഗ്. അപ്പം ആവശ്യമുള്ള സാധനം അപ്പം തീർക്കുക എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അങ്ങനെ വരുമ്പം വാട്ട് ഹാപ്പൻസ് ഇസ് യു മിസ് യുവർ ഗോൾസ്. How many of us regularly revisit our goals? Revisit, relook at it. So simple, ഞാനൊരു ചെറിയൊരു സെന്റൻസിൽ I can help you to get into, that's an easy formula to go back to your goals. Simple goals. Your people don't understand. നിങ്ങൾക്ക് ഭയങ്കര വിഷൻ ആയിരിക്കും, ഭയങ്കരമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും, because you are an entrepreneur or you are a leader, and a leader is meant to think at a longer sight. പക്ഷേ employees don't have, whether they think or they don't think, they get the monthly salary. അവർ ചിന്തിച്ചാലും ചിന്തിച്ചിട്ടില്ലെങ്കിലും അവർക്ക് മാസം കിട്ടുന്ന ശമ്പളം അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഈ ഗോൾസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പനി ഇങ്ങനെയൊക്കെ എത്തണം എന്ന് നമുക്ക് എങ്ങനെയാ പറഞ്ഞ്? ഇറ്റ്സ് എ സിമ്പിൾ ഫോർമുല, സിമ്പിൾ ഗോൾസ് റിപ്പീറ്റഡ്ലി റീവിസിറ്റഡ് വിത്ത് ക്ലിയർ ടാർഗറ്റ്സ്. Without a target, it is very, very difficult for an employee to work. And that needs to be repeatedly given to them again and again, repeatedly revisited again and again. ഞാൻ personally follow ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ലാത്ത ഞാൻ I can use my whiteboard and write. It is a simple formula which you also can apply. I've worked out with teams to ഈ ഒരു ഫോർമുല from X to Y by when. From X to Y by when. E ഒരു simple formula from X to Y by when. Any goal, you can think of any goals. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗോൾസ് പ്രത്യേകിച്ച് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ ആ ഗോൾ വെച്ചുകൊണ്ട് what is your current state, ഇപ്പം നിങ്ങൾ എവിടെയാ നിൽക്കുന്നതെന്ന് വെച്ചാൽ that is X. What is your future state or what is your projected state? ഏത് സ്റ്റേറ്റിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ that is Y. And by when will you finish that? വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ബൈയും കൂടി ചേർക്കാം. By whom? Who will help you in doing this? I just got it right now. By from X to Y, by when and by whom. That's a simple formula for accomplishing any of your goals that you have in hand, any of your HR goals, your business goals, anything. But always keep it simple, keep it clear, repeatedly revisit it, and give clear and honest targets. Any questions or any comments to make so far, or shall I go ahead? Are we good? Shall we go ahead? Any questions or anything so far? So we are good. Are we good? Thank you so much, Shihab sir. Thanks a lot, Anju, Sabit, thank you. All right, so that gives me the confidence. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ്, and hopefully we are good. So let's get ahead. That was our how to revisit the goals, or how to keep it simple. Why do we keep it simple? Because your employees or us, your team, all of us love simple language.
നമുക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞാല് മനസ്സിലാവില്ല. HR-ന് യൂണിവേഴ്സൽ ആയിട്ട് എല്ലാവരും പറയുന്നത് ഇതൊരു ടെക്നിക്കൽ ഇതാണ്, സ്റ്റഡിയുടെ ഭാഗമാണ്. HR-ന് 2 അപ്രോച്ചസ് ആണല്ലേ. One is called the best fit approach and the other one is the best practice approach. ഇനി എന്താണ് ഈ ബെസ്റ്റ് ഫിറ്റും ബെസ്റ്റ് പ്രാക്ടീസ് അപ്രോച്ച് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് കേട്ടാ, ബെസ്റ്റ് ഫിറ്റ് അപ്രോച്ച് ഇത് ചിലപ്പം ഇങ്ങനെ തന്നെ എടുത്തിട്ട് എന്റെ കമ്പനി ബെസ്റ്റ് ഫിറ്റ് ആണെന്നും എന്റെ കമ്പനി ബെസ്റ്റ് പ്രാക്ടീസ് ആണെന്നും അങ്ങനെ ഒരു ഭയങ്കര ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ല. ബട്ട് നോളജ് is always good. So let's just understand what is best fit and what is best practice. Best fit എന്ന് പറയുമ്പം നമ്മുടെ കമ്പനിക്ക് ചില ടാർഗറ്റ്സ് ഉണ്ടാവും, ചില ഗോൾസ് ഉണ്ടാവും, ഒരു കൊല്ലത്തിൽ നേടിയെടുക്കേണ്ട ചില വിഷയങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് HR-നെ ട്യൂൺ ചെയ്യുക, അതിനനുസരിച്ചിട്ട് HR പോളിസീസ് ഉണ്ടാക്കുക, അതിനനുസരിച്ചിട്ട് HR-ന്റെ ഗോൾസ് ഉണ്ടാക്കുക. ദാറ്റ്സ് കോൾഡ് ബെസ്റ്റ് ഫിറ്റ്. ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആയിട്ട് HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് ചില ബെസ്റ്റ് പ്രാക്ടീസസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് യൂണിവേഴ്സൽ ആയിട്ട്. യു ഹാവ് യുവർ ഡോക്യുമെന്റേഷൻ, യു ഹാവ് HR പ്രോസസ്, ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇന്ന ഫോർമാറ്റ് ആയിരിക്കും, ഇന്ന രീതിയിലായിരിക്കും. അങ്ങനെ യൂണിവേഴ്സൽ ആയിട്ട് ഉണ്ടാക്കി അങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. യൂസിങ് ദ സെയിം ടു ഗെയിൻ എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ യുവർ കമ്പനി. ദാറ്റ്സ് കോൾഡ് ബെസ്റ്റ് പ്രാക്ടീസ്. ഒന്നും കൂടി പറയാം, ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ഗോൾസിനനുസരിച്ചിട്ട്, നമ്മുടെ ഒരു ടാർഗറ്റിനനുസരിച്ച്, നമ്മുടെ ആൾക്കാർക്ക് അനുസരിച്ചിട്ട് നമ്മുടെ കമ്പനിയുടെ HR-നെ ബിൽഡ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്നതിനാണ് ബെസ്റ്റ് ഫിറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ബെസ്റ്റ് പ്രാക്ടീസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്, ആ ഡോക്യുമെന്റ്സിനനുസരിച്ച് ഇപ്പൊ ISO സിസ്റ്റം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചിലർക്ക് ഒരു ടെംപ്ലേറ്റഡ് ആയിട്ടുള്ള HR ഡോക്യുമെന്റ്സ്, HR ഫയൽസ് ഉണ്ടാവും. പല കമ്പനീസും ലോക്കലായിട്ടും അല്ലാണ്ടും ചെയ്യുന്നുണ്ട്. അത് തന്നെ യൂസ് ചെയ്യുക. എന്നിട്ടൊരു ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ കാട്ടിലും നമ്മൾ കുറച്ചും കൂടി ഒന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ യു ഹാവ് 2 approaches. Actually, in reality, in practice, what happens is best fit and best practice ഒരു hybrid ആണ്. മിക്ക കമ്പനീസിലും they practice a hybrid of best fit and best practice approach. ഇതിന്റെ ഒരു combination is what works the best. But what works the best, you are the best judge for your organization. ഇനി 2021 what could be the best things that can be done? അതിന് മുമ്പേ 2021 കടക്കുന്നതിന് മുമ്പേ നിങ്ങളോട് എല്ലാവരും ഇവിടെ ഇത്രയും ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, ബിസിനസ് മെന്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ലീഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ HR പ്രൊഫഷണൽസ് ഉണ്ട്. ലെറ്റ് മീ ആസ്ക് യു, 2020 നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച് when it comes to HR? 2020 നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച്. Can we see some answers in the chat box? Yes, Sanju. Thank you for that response. Best fit could also be a reactive approach rather than a proactive approach. Yes, sometimes depending on what type of a team do you have in your team, in your feel or assertiveness, adineyake base ചെയ്തിട്ടായിരിക്കും best. What was the challenge, Faisal? The biggest challenge was work from home. All right. Many, yes, adjusting to the work from home. Supply chain, the process was completely jammed. Okay. Loss of working days, we did not have so many working days. Yes, Manohar sir, that was the biggest challenge. Can we see some more? Before we go to trends in 2021, I want to learn what were the biggest local challenges when it comes to how to maintain the staff. Yes. Attrition, I think Samir വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അട്രീഷൻ, ആൾക്കാർ ഇങ്ങനെ പോകുന്ന ഒരു സമയം ആണെന്ന്. we'll just look at one by one. I think correct, work quantity versus payoff at the end of the month. നമ്മൾ കൊടുക്കുന്ന പൈസ അതിന്റെ അത്രയൊന്നും വർക്ക് അവർ ചെയ്തിട്ടുണ്ടാവില്ല. സാധാരണ ഒരു സിനാരിയോസ്, യെസ്, ക്യാഷ് ഫ്ലോ ഇൻ ടേംസ് ഓഫ് ഫൈനാൻസ്, ബട്ട് ഐ എം ടോക്കിംഗ് ഇൻ ടേംസ് ഓഫ് HR ഹിയർ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ചാലഞ്ചസ് വിച്ച് ആർ ഇൻ ടു ദി HR. Hiring new employees was a challenge because we don't know. Correct. People were procrastinating a lot. They were just putting up, okay, there'll be a good day. ഏതെങ്കിലും ഒരു ദിവസം നല്ലൊരു സമയം വരും, നല്ലൊരു കാലം വരും, ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് പണിയെടുക്കാം, ഇപ്പോഴേ പണിയെടുക്കേണ്ട, ചുമ്മാ ഒന്ന് സൈൻ ചെയ്താൽ മതി. People were trying to procrastinate a lot. All right.
Let's look at the first one. There are still answers coming up. I would wait. Manpower became low. Productivity of the employees were very less. What needs to be done? Employee, 1 second. The answers are still shooting up. Employee productivity improvements. We had to bring in some improvements. Thank you so much for that beautiful response. Very happy to have time management was an issue. Shaina, thanks a lot. Okay. First come first, Aditya, first issue work from home challenges. Okay, work from home challenges. Now let's accept. Now 2020, that was a challenge, work from home. But by 2021, I'm sure uh, most of you, the business owners here would have gotten accustomed. Adjust work from home. You can use, that is when you use your digital media to the best. Maximum online resources and the teams name maintain Gian resources, and the one which we use in our company is called a Trello board or a Toggle to maintain the. I think we can show the screenshots, and I didn't come prepared for showing a screenshot, but Toggle അല്ലെങ്കിൽ Trello can always help you take up. Maybe Rakesh, if you can help me get the screenshot of Toggle or Trello later in the meeting, not now. We can use for managing the teams remote, maximum remote management, remote working manage ചെയ്യാൻ പറ്റുന്നതാണ്. Tracking their time, having a regular online meeting, talking to them. Communication was very important during the work from home time. Team communication, that was very important. Another challenge which somebody here had hiring new employees was because we did not know what skills they have. People were so desperate to get employment. നമ്മൾ രാവിലെ ഒരു ഇന്റർവ്യൂ ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും 150, and they were so profile ഒരു normal profile ഏതെങ്കിലും ഒരു സാധാരണ അക്കൗണ്ടന്റ് പ്രൊഫൈലിന് you will see a very high profile people because they lost a lot of jobs. They were desperate to handle they were desperate to get jobs, and it was very difficult to handle the new employees. So these were some of the challenges which you faced, but trust me, results come from challenges. Our idea as a leader, our idea as a business owner is how do we convert these challenges to our strengths. എങ്ങനെയാണ് ഈ challenges നമുക്ക് strengths ആയിട്ട് convert ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ and the trends, and we have to be prepared with this. See, this work from home is going to continue. Needless to tell you the examples. Google closed down all its offices. Everywhere Google works from home. Pinterest closed down. Pinterest social media company, 490,000 offices are closed. They started work from home. ഇപ്പം കുറെയൊക്കെ back to normal, back to work വരുന്നുണ്ടെങ്കിലും for a long future to till 2025, it is predicted that hybrid working system is going to exist. But there is one more positive. Okay, let me ask you, these were the challenges that you faced. Can you tell me the positives that you faced with your team during the year 2020? There has been an immense positivity. Or 2020 face either positive things about your team or positive things about managing people. Something very positive. I'll start with an example. It's very difficult to challenges പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് chat box ഇങ്ങനെ flow ചെയ്ത് overflow ചെയ്തു. One thing positive about the team, ഒരു learning environment build ചെയ്തിട്ടുണ്ട്. ഈ Zoom platforms വന്നതോടെ അല്ലെങ്കിൽ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് വന്നതോടെ കോഴ്സസ് വന്നതോടെ ആൾക്കാർക്കൊക്കെ പഠിക്കാൻ അല്ലെങ്കിൽ ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ഹാസ് ബീൻ ഓട്ടോമാറ്റിക്കലി ബിൽഡ്. Learning has become all the more easy. Okay, your employees have become a lot more resilient. You never know. See, one thing is there is a fear in them. There is a fear in them that if the company doesn't grow, if I don't work for my company, I might lose my job. എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു ഫിയർ, ഒരു ചെറിയൊരു സ്ട്രെസ് എംപ്ലോയിന് വന്നിട്ടുണ്ട്. Then we learned to work with
Sharif sir, relax. Correct ആയിട്ട് പറഞ്ഞു, we reduce the staff. I would say we learn to work with lower numbers. പണ്ട് ഒരു ചെറിയൊരു റെസ്പോൺസിബിലിറ്റി വരുമ്പോഴത്തേക്കും ഒരു 2-3 പേര് അതിനെ ഹയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഒരേ ആള് has learned to do multitasking. The same accountant would do a telecalling job, the same accountant would do a salesman's job, the same accountant would go and do a delivery person's job. So that way the productivity has increased. If one way it has reduced, the other way it has increased also. So 2020 was a preparatory time for this whole change. എങ്ങനെയാണ് next normal ഉണ്ടാവുക? How would be the next normal? What would be the best practices? How should we take up with our employees? Let's listen to that right now. The first thing would be go back to basics. Let's go back to basics. ഈ 2020 നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. 2019 വരെ ചെയ്തുകൊണ്ടിരുന്ന ചില പ്രാക്ടീസസ് ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ വിളിച്ചിട്ട് ഒരു R2R ചെയ്യാറുണ്ട്. R2R in JCI is also very, very popular and famous. People would look forward, presidents would look forward to come to an R2R. Communication, recognition, and rewards. Okay, communication, recognition, and rewards. Keep the communication very, very open. Do recognize your employees the best, appreciate them. See, no matter how big, how employees leaving on and off എന്നുള്ളത് ഇടയ്ക്ക് സമീർ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. ഞാൻ പറയട്ടെ, പണ്ടായിരുന്നു നമ്മളെ പാരന്റ്സ് ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലങ്ങളിലായിരുന്നു ഇങ്ങനെ കുറെ വർഷങ്ങൾ ജോലി ചെയ്താൽ ഒരു ഗോൾഡ് വാച്ച് കിട്ടുക, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ട്രോഫി കിട്ടുക, 32 വർഷത്തെ സർവീസ്, 22 വർഷത്തെ സർവീസ്. ടുഡേ the long-term employment trend has totally gone down. ഭയങ്കരമായിട്ട് കുറെ വർഷങ്ങൾ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇന്ന് ഇല്ല. So what is that motivating factor? See, nobody is here, the employee, especially ഒരു ഫ്രഷറോ അല്ലെങ്കിൽ ഫ്രഷറുടെ മുകളിലോ ആവുമ്പം, the employee is not here to grow your organization. Employee is here to grow himself, and that's a fact. Employee is not here to grow your organization, but employee is here to gain experience, grow himself. Apom, to get the best out of your employee, the best part is to recognize him, acknowledge him, appreciate him, correct him, help him grow, or let him go. Choices yours. So recognition and awards are going to be on the top in the next year. So go back to your bases. No hide and seek. Let's not hide and seek. See, things are uncertain. Uncertainty ippam ningalkum ningada employee kum ore madiriyana. Eat whichever way, and transparency is the key to comfort anxiety. Your employee might be discomfortable, uncomfortable for so many reasons. വീട്ടിലെ സാഹചര്യമാവാം, എന്തുമാവാം, but keep everything about the company transparent. Company might be really going down, but communicate it to the employee so that he stands with you. ഇനി അതല്ല മാഡം, നമ്മൾ സാധാരണ ഇങ്ങനെ കമ്പനിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്താണ് പറയാ, ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ we don't declare it to the employees. ഇവിടുത്തെ ജനറലി ലോക്കൽ സിനാരിയോ ആണ്, we don't declare it to the employees. പക്ഷെ if we don't declare it to the employees, the മോശമല്ലേ company, they will get scared, they might look out for opportunities, or they might find something else or alternative. So should we really declare? See, there is always a way that you tell your employees. ഒരിക്കലും കമ്പനി താഴേക്ക് പോവാണ്, കമ്പനി ഈസ് ഗോയിങ് ഡൗൺ എന്നുള്ളത് എക്സ്പ്ലിസിറ്റ്ലി അങ്ങനെ വൃത്തിയിൽ പറയുന്നതിന് പകരം, കമ്പനി ഈസ് ഗോയിങ് ത്രൂ എ ഷിഫ്റ്റ്. Things are changing, but give them that confidence that if the employee is with you, the things can change positively. See, all of us are going through a change. We are really getting back into a changed scenario. Angane avumbam, you want your employee to stand with you. You want your people to stand with you. So please don't hide and seek. The best of the leaders are those who declare their weakness, who declare their weakness as good as their strengths to their employees. So that's a wonderful leadership
എന്താ പറയാ ഒരു trait ആണ് to be able to confidently talk about your weakness, your negatives in front of your people, which is absolutely fine. None of us are absolutely perfect. Perfection is an illusion. So no hide and seek, no hide there. Rebuild your team. High performing, self motivated teams. Rebuild, start relooking at your team. അതേ team members ന് പല പല കഴിവുകളും ഉണ്ടാവും. ചിലപ്പം ഈ ലോക്ക്ഡൌൺ സമയത്തോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പം പലതരം ക്രിയേറ്റീവ് ആയിട്ട് when they are forced to through some stress, maybe their hidden talents have come out. Relook at it. Relook at the job description that you have given to your employees. Try building a high performing team. Now, how to build a high performing team? That is one of the key challenges. How to build a high performing team? I'll tell you, a high performing team, the bottom line matramelo, bottom line matrame, I mean, yeah, bottom line, give a fair evaluation policy. 360-degree is an effective evaluation system where you talk to the employees, they come and talk to you, they both give the feedback. How does the employee feel? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ സിസ്റ്റം ഒന്ന് പറയാമോ? ഇവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ നമുക്ക് ഇവിടെ ഉള്ള എല്ലാവർക്കും തന്നെ പഠിക്കുകയും ചെയ്യാം. How do you evaluate your employees? How do you evaluate your employees? Whatever evaluation എന്ന് പറഞ്ഞാല് ഒരു ടെസ്റ്റ് എടുത്തിട്ട് ആ ടെസ്റ്റ് അവർ പാസ്സായോ ജയിച്ചോ തോറ്റോ എന്നുള്ളത് പറയുന്നതല്ല. Yes, we generally don't have a solid scheme, and Faisal, that's so great of you to just admit that we don't have a scheme. Through a shift or a new, okay, how do we evaluate? Okay, you use your KPIs, all right. One-to-one, which is a very good way to evaluate, especially if there is a COVID situation. There is a monthly review, and honestly I can show you some feedback forms which we use at our place. See, in the whichever results achieved and how much time was taken is what we generally do. Whatever method, see, consequences are really important. This goes whether it is in a company scenario, whether it is at your home, whether it is dealing with somebody. Consequences are very important to sustain actions. എന്തൊരു ആക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ consequences is important, good or bad. All right, whether it is a good one or a bad one. Now let's look at some of the ipo kondanna oru evaluation system. Chala alkar endake companies akka throughout the world, what are they doing for this fair evaluation system? See, Nestle nu parnja oru company, they've got, yes, it's an incentive based. Whenever targets are achieved, the company gets. See, one more thing, one is consequences is important. Another thing that is important is കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. നമ്മൾ എന്താണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് വെച്ചാല്, അയ്യോ അതല്ല കോവിഡ് ആയതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഇൻസെന്റീവ്സിൽ കുറച്ച് കുറയ്ക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് because we can take it up at a later time. There is a 30% layoff because company is not making anything, employee also does not get anything, which is fair, but there's always a way to put it across. We were talking about some of the companies which give a good feedback mechanism. There is a daily feedback mechanism in company. Nestle nu parna company ellarum kettittundo. Avara Nestle inde oru general system endanu vechale, jolly kazhinju pogumbam lot of workers are there. So jolly kazhinju pogumbam there are teams and there are rooms. So they all enter a room where all their feedback of the day, oru divasathinte feedback, it might be difficult to practice when it comes to smaller teams, but it depends on how you can. Oru divasathinte avara performance feedback is always displayed. They come there, they sit, they relax for some time, they read there. Nobody talks to them, nobody tells them anything, but their feedback is always displayed on a board in an empty room. They come, they sit, they read, they reflect, they go back. So that's how they practice. But the best method to work on, like Anju said, at Sybase, they work with one-on-one feedback evaluation system is important. Monthly review is important.
quarterly review is important, annual review is important, listening is very important. HR-le ഏറ്റവും minimum importance കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് grievance. Grievance nu parayunna, but a grievance officer is a new role that has come into the HR. ഈ 2020-21 കാലഘട്ടത്തിൽ HR-ൽ പല job roles പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഒരു job role I would tell you, there is a work from home facilitator. For those who found work from home as a challenge, there is a job role called work from home facilitator, whose role is only to check whether people are working from home, how are they working, what time they are logging in, what time they are logging off, എന്തൊക്കെയാണ് work ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി മാത്രം there is a work from home facilitator. The second one, there is a corporate counselor these days. Again, a role that comes under HR. Corporate counselor ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, he just listens. Your employee need to be listened to. It is there in multinational companies, but generally ഏറ്റവും HR-ലെ ബാക്കി functions ഒക്കെ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ, even in MNCs, you go to Cognizant, you go to Accenture, anywhere, HR എന്ന് പറയുമ്പോൾ is a team of 10 people. ആ 10 people-ന് staffing ഉണ്ട്, sourcing ഉണ്ട്, everything ഉണ്ട്. പക്ഷേ grievance കേൾക്കാൻ സമയമില്ല, or maybe they can't do much into the grievance, but it is very important to listen to them, whether you take actions or not, but listening in today's time is more important. പിന്നെ പണ്ട് നമ്മൾ customer experience എന്നാണ് പറയാ. A customer experience, customer should have a delightful experience, the customer should have a best experience, but today it is more of an employee experience. An employee experience, your employee spends most of the time at homes, so employee experience ne katlum employee family experience or the life experience. There are companies who are doing not just for the employee but for the family. Vaccination vannapam mikka corporates um ivide vaccination not just for the employee but for the family. But if you care for employees family, half of employees tensions are relieved. So that's how you work with your HR strategy. You have a fair evaluation policy, you have a 360-degree effective evaluation. How to give a negative feedback is a very common question. Maybe if somebody has over here, we would handle that. How to talk to an employee that he's underperforming, that's a biggest challenge. How many of you have faced that challenge? How many of you have faced the challenge? Yes, the employee is underperforming, is not up to the level. Yes, most of us have observed. Yes, thank you Minnie, thank you Anju. Employees have been really underperforming. അത് എങ്ങനെ ഇപ്പൊ പറയാ കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാ പറയാ? Please do identify. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. Yes, exactly, you nailed it. Shihab, you have an essential training programs. കോസ്റ്റ് കട്ട് ചെയ്യുമ്പം ഏതൊരു കമ്പനിയും ആദ്യം കട്ട് ചെയ്യുന്നത് ട്രെയിനിങ് കോസ്റ്റ് ആണ്. You feel investment in your employees is a waste of money, which is absolutely wrong. The trend globally is the training industry is booming. edX nu parnittu oru business company inde which is only into training. edX solutions for business, only training solutions. Adutha oru kollathu they have estimated the online learning platforms, the industry would boom around $320 billion. That is the estimate of online learning platforms. Lot of companies are coming up with ചെറിയ packages. ആ edX ന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നമുക്കറിയാം ചെറിയ packages ഉണ്ട് for companies, employees-ന് വേണ്ടിയിട്ട് ഇത്രയും സമയത്തിന്റെ ഉള്ളിൽ ഒന്ന് ട്രെയിനിങ് ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ. And there are so many local training companies who are coming up with employees. Yes, all right, employees training manuals or training packages which you can always give them a little boost up. Or skillful അല്ലെങ്കിൽ ഒരു particular skill lacking ആണെങ്കിൽ അതിനേതായ skilled ആയിട്ടുള്ള training കൊടുക്കുക, give them a time. Yes, documentation here becomes very important. Totally agree. Performance evaluation le documentation വെച്ചിട്ട് statistics വെച്ചിട്ട്
data vechita, then we can always talk to the employee. And plus, even for us or even for the employees, data is very, very important. People analytics nu parnja oru stream thanne HR il vannittund, which is solely dependent on data collected in your organization. They will analyze the data, they will work with you. So people analytics is a booming industry again. Next is your accessibility. See, the employee feels really disheartened when he doesn't have accessibility to information within the organization. Or organization നടക്കുന്നത് എന്താണെന്നും അതിന്റെ ടെക്നിക്കൽ ഇൻഫർമേഷൻസും ഒരു എംപ്ലോയിക്ക് ഇല്ലെങ്കിൽ that is really disheartening for an employee. So that is very important to have an accessibility. How does a leader of HR, an HR professional or a business leader, change his role? How have you changed? Let me ask you. എങ്ങനെയാണ് നിങ്ങൾ മാറിയിട്ടുള്ള ആസ് എ ലീഡർ? 2019 ലീഡർ അല്ല, ഇന്ന് 2021 നിങ്ങൾ. ഹൗ ഹാവ് യു മാനേജ് ടു ചേഞ്ച്? വാട്ട് ആസ്പെക്ട് ഓഫ് യു ഹാവ് ആക്ച്വലി ചേഞ്ച്ഡ്? നിങ്ങളുടെ ഉള്ളിലെ ഏത് ആസ്പെക്ട് ആണ് which is really different, or which is now you have actually come out of your comfort zone, or anything that is different in you as a leader? Great. As a leader, how have you changed? You've become more patient. We have calmed down. We are trying to understand people. Anything else? Take your time, think. Yeah, we are listening really. We are being patient. We are more towards the employee. പണ്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റ്സ്, നമ്മുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കുറച്ചും കൂടി ഒന്ന് എംപ്ലോയി സെൻട്രിക് ആയിട്ടുണ്ട്. We are dealing with changes. Yes, we are more listening than talking. We are letting the employees do at their own. പണ്ട് നമ്മൾ കുറച്ചും കൂടി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടായിരുന്നു. We have become really strong people. We are trying to understand people a little better. കുറച്ചും കൂടി ഡെപ്തില് different layers of characters ഒന്നും കൂടി അനലൈസ് ചെയ്യാൻ start ചെയ്തിട്ടുണ്ട്. Thanks to the thing. How should we change? See, earlier it was a region of mentoring. Now there is only a fine line between mentoring and networking. The world is all about mentworking. People don't no more want to learn from you. They want you to learn from them also. Your employees want to teach you as well. Teaching is the best way of learning. The പറയുന്ന മാതിരിയാണ് this whole term of mentworking. This can be done through peers. Peers can be the mentors. They can network with each other. They can teach each other. They can learn from each other. Experience sharing can come. How can this be made practical? See, in your company where you have 10 to 12 employees, 10-12 employee ന്റെ മുകളിൽ ആൾക്കാരുണ്ടെങ്കിൽ you can form shorter teams. You can give them some learning work or task together. Ask them to reflect on that. Do something which adds to the productivity. Your employee wants to be an expert. An employee wants to be an expert. He wants to be the mentor. Grow with the flow. You pursue the grow model in your leadership. See, next time when there is a feedback കൊടുക്കുമ്പോഴാണ് നമ്മള് ഈ ഫീഡ്ബാക്ക് എങ്ങനെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, how should we give the negative feedback? So you always work with this grow model where you have your goals, where you have realities, where you have options and will. Now, how do you do this? What are your goals? Ask your employee when he comes for one-on-one sitting, what are your goals? He should be able to answer. If he doesn't answer, please give them the time. Silence is perfect. Then next is, what is the reality? Where have you reached? Are you there? Are you not there? What could be your options and what will you do? 4 simple questions to put your employee on the spot. What were your goals given to you this year? What's the reality? Where are you? What are your options and how will you do it? What will you do it? Do you commit? The best way to get the commitment from your employee, that's your grow with your folk. Move with the speed of trust. So this comes to the closure of this training session, but with that I would tell you, moving with the speed of trust. Now, how to build trust in such difficult times? I'll give you a wonderful
case study here about Great Ormond Street Hospital. Great Ormond Street Hospital, ലണ്ടനിലെ ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്. ചൈൽഡ് സൈക്കാട്രി ആണ്, നോട്ട് സൈക്കാട്രി, കാർഡിയാക്, ചൈൽഡ് കാർഡിയാക് സർജറീസിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. 150ഓളം വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ന് ധൈര്യമായിട്ട് ഏതൊരു കുട്ടിക്കും ഒരു കാർഡിയാക് ഇഷ്യൂ ഉണ്ടെങ്കിൽ വിത്തൗട്ട് any fear, closing the eyes, people actually go to that hospital and give their own children there for any surgeries. Pakshe, there was a time when they were a total disaster. Total disaster. There was an incident long back, years back, when there were 7 infant deaths in a row. ഒറ്റ റോല് 7 കുട്ടികൾ ഒരുമിച്ച് മരിച്ച ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് കാരണം തന്നെ അവരുടെ ടീമിന്റെ കോൺഫിഡൻസും പോയി. കോൺഫിഡൻസ് മാത്രമല്ല, the trust they had with the people was totally lost. They were not able to regain. എന്ത് ചെയ്തിട്ടും റീഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ ചെയ്തിട്ടും സർജിക്കൽ റൂം വാസ് ഓൾവേസ് എ ഡിസാസ്റ്റർ. സോ സീനിയർ ഡോക്ടേഴ്സ് there, they thought, okay, let's study on this. സീനിയർ ഡോക്ടർ സെഡ്, ഇങ്ങനെ പോയാൽ ഹോസ്പിറ്റലിന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാവില്ല, ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല, വി വിൽ നെവർ ബി ഏബിൾ ടു റീച്ച്, സോ ലെറ്റ്സ് സ്റ്റഡി ദിസ് ഹോൾ തിങ് ടുഗെദർ. ഒന്ന് വായിക്കാം, അതൊന്നും എങ്ങനെയാ മനസ്സിലാവാൻ. ദാറ്റ് ഇസ് വെൻ ദേ റിയലൈസ്ഡ് ഈ സർജിക്കൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു പ്രശ്നവുമില്ല, ICU കുട്ടി എത്തിക്കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. സർജിക്കൽ ആ ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ICU വരുന്ന ആ ഒരു ട്രാൻസ്ഫർമേഷൻ, ദാറ്റ് പീരിയഡ് ഇസ് വേർ ദി മാക്സിമം ഡെത്ത്സ് ഹാപ്പൻഡ്. Why did that happen? How did that happen? They wanted to understand. എങ്ങനെ പോയിട്ട് മനസ്സിലായിട്ടില്ല. They wanted to record this. So they started recording their process. ഈ വരുന്ന team is taking the child from the surgery to the ICU. They wanted to record this. They recorded it. റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ട് അവർ നോക്കി കഴിയുമ്പം it is a total mess. Their team is not in coordination. It takes them so many long hours to bring a child from the operation theater to ICU. ഇത്രയും സമയം എക്സ്പേർട്സിന് സർജറി ചെയ്യാൻ എടുക്കുന്നില്ല. പക്ഷെ this transformation was really a disaster. Their team was a total mess. ഇത് ഇത്രയും ടീമിനോട് ഗംഭീരമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടീം was totally demotivated and they were sitting in a room where there was a video played. വീഡിയോ വേറെ ഒന്നുമല്ല, വീഡിയോ ഫോർമുല 1 റേസിംഗ് ടീമിലെ ഫോർമുല 1 റേസസ് ഷൂമേക്കറിന്റെ ഒരു റേസ് അതിലേ കൂടെ ഇങ്ങനെ കാണിക്കായിരുന്നു. ഷൂമേക്കർ ഒരു പോയിന്റ് എത്തിയപ്പം നിന്നുപോയത് എന്തോ ഒരു ചെറിയ ടെക്നിക്കൽ എറർ, ആ ടയറിന് എന്തോ ഒരു മാറ്റം വരുത്തണം, അതിന് വേണ്ടിയിട്ടാണ് നിന്നുപോയത്. നിന്നിട്ട് ദി ഫെറാറി ടീം ഹൂസ് ഡൂയിങ് ദ ഷൂമേക്കേഴ്സ് കാറിന്റെ ടെക്നിക്കൽ തിങ് ചെയ്യുന്ന ഫെറാറി ടീം ഡിഡ് ദ റീപ്ലേസ്മെന്റ് വിതൗട്ട് എ സിംഗിൾ ടോക്കിംഗ് വിതിൻ 6.8 seconds. 6.8 സെക്കൻഡ് കൊണ്ടാണ് ആ റീപ്ലേസ്മെന്റ് ചെയ്തിട്ട് ഇവർ തിരിച്ചു വന്നത്. ടീം വാസ് ടോട്ടലി, ഈ ഡോക്ടേഴ്സിന്റെ ടീം അവിടെ ഇരുന്നിട്ട് നഴ്സസും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും ഒക്കെ വണ്ടർ അടിച്ചു പോയി, ഇതെന്താ ഇങ്ങനെ 6.8 സെക്കൻഡ്. The leader doctor decided that very moment to go to this Ferrari team and show their processes, even a surgery processes, to show it to the team there. Our team is the Ferrari team, doctors surely your team is totally a disaster because it's a mess. It is not organized. It is total no process at all. ഇതിലെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ whenever a child is shifted from a surgery to ICU, there is a lot of talking, there's a lot of mess, there's a lot of discussion, a miscommunication, everything goes on. But Ferrari's team does not talk a minute because they know the value of every 10th second. Every 10th second is important for them. So that 10th second value should be realized, because here it is life and death. The same is there with that. So they learned a lesson from that Ferrari team. They appointed a coach only to train them onto the team synchronization. They started moving with the speed of trust. They trusted their team members, and that's where they headed across. And that is exactly when they became one of the best hospitals in cardiac child surgery in the world. Even today, there can be a blind faith in them. Exactly like this, there need not be any industry specific that you should learn from. Any industry is a learning experience for all of us. Trust is the most important factor in the people that you are working with. Build trust, build higher.
aim for the sky. And I wish you all a very, very all the best in all your future ventures. Thank you so much for your patient listening. Thanks a lot. Thank you, Sandhya Madam. Meeting reconvened for closing formalities. It was indeed a great session, Sandhya Madam. You had shared some examples and given some case studies, and also that everybody could understand what they are going through and how the best practices in human resources can be implemented during this time and post-COVID also. Now, it's a time for interaction. I request if you have any questions, please raise your hands and I can unmute and I can unmute and you can speak. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. Yes, Shihab sir, go ahead. Shihab sir, you're unmuted. You can speak. Sir. Morning. Okay, ma'am, last തന്നെ അർജുനന്റെ ആരോ ആ കിളിയുടെ കണ്ണിൽ തന്നെ വെച്ചതായിരുന്നു എനിക്ക് ആ ഷുമാക്കറുടെ പിന്നെ റൈസിൽ ഉണ്ടായിട്ടുള്ള ആ പോയിന്റ് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഏറ്റവും കാണുന്നത്. ആ HR എന്നുള്ള പോയിന്റിനെ ഈ രീതിയിൽ പ്രയോഗിക്കാനും അതുപോലെ തന്നെ ഈ കമ്പനികൾക്ക് റീസെന്റ് ദ പ്രോബ്ലം I met with companies, they are not they are not convincing with the points that we HR people saying to them. The main point is that. Number two, they know I know it all. They think they know everything. That's the problem. Because this is the main point where the people are becoming very what do you say, very non-productive or ineffective because of this point. I mean, less point they are getting. They think they know everything, especially employers, honest, whatever we can call them. So let us have, madam, one point how we can make them educated to get that instantly. Can you give me a point? The biggest way to convince, if you're talking about corporates and they are not convinced, the corporates won't get convinced with the talking that we do. They get convinced with the data that you present, and they get convinced with the risks that you're able to highlight. So with the corporates, if you're able to highlight the risks with the data, that's where they get nailed in, because any management, any MNC, any company would be interested to do something with the fear of they will lose something. So I think the highlighting the risks is the best way to convince any corporate onto the value of HR. Well, good. It's prompted. Very nice. Thank you. It's a diamond answer. Thank you. Highly appreciate it. Thank you, okay. Thank you, sir. Anyone else? You can unmute and speak. Okay, I'm not seeing any question. Anyway, I request any 2 or 3 participants to please unmute yourself and express your feedback. Evaluation by any 2 or 3 participants. Please unmute and speak. Yes, Samir bhai, go ahead. താങ്ക് യു ചെയർമാൻ. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു സെഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. സന്ധ്യ മാഡം, ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. ഒരുപാട് നല്ല അറിവുകൾ നമുക്ക് കിട്ടിയ. ലാസ്റ്റ് ക്ലോസിംഗ് കോഡ്സ് ഉണ്ടല്ലോ, ഇറ്റ് വാസ് അമേസിംഗ്, ഫാബുലസ് മാഡം. ഇത് ശരിക്കും ഒരു ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റിയ ഒരു വലിയൊരു അറിവാണ് നമുക്ക് കിട്ടിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. താങ്ക് യു രാകേഷ് നായർ. Thank you very much. One more person. Anybody who wish to unmute and speak, go ahead. Please go ahead. Yes, I could see that feedback നമുക്ക് ഒരുപാട് ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് എനിക്ക് പ്രൈവറ്റ് ആയിട്ടാണ് അയക്കുന്നത്. മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ എവ്രിവൺ എന്നുള്ള രീതിയിൽ അയച്ചോളൂ. ഇൻസ്പയറിംഗ് സെഷൻ. താങ്ക് യു വെരി മച്ച്. വി ആർ ഗെറ്റിംഗ് മെനി ഫീഡ്ബാക്സ്. Now let me conclude that one and move forward to the closing formalities. Closing remark by chairman. So once again, thank you everybody who had participated in this program.
And special thanks to JFM Sandhya Verma for being ready and prepared to have an interaction with the participants here. Let me take this opportunity to thank all the Trojan presidents. ഈ വർഷത്തെ വളരെ ഗംഭീരമായി മുന്നോട്ട് JCA നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ട്രോജൻ പ്രസിഡന്റ്മാരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. റീജിയൻ എയിലെ ഓരോ പ്രസിഡന്റ്മാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന റൈസ് പ്രോഗ്രാമുകളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഈ ഒരു അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. Now to propose an official vote of thanks, let me invite the Vice President Management of JCA Calicut, JFM Joshi Joseph. Joshi sir. Thank you, Chairman. Let me take this opportunity to thank today's guest of honor, JFT Saluj Afzal, Zone President, JCA Center, Sushant, Train of the Day, JFM Sandhya Verma, Zone Director Management, JCA Center, Arun, Zone Price Coordinator, JCA Robin, Officer in Charge, JCA Pramod, and all other of Zone officers, Region A Presidents, Trojan Presidents, and all participants. Thank you. Meeting in connection with the regional level inauguration of JCA Rise of JCA India Zone 21 Region A is hereby adjourned. Thank you very much, everybody. Have a great Sunday ahead. And it was a fantastic session. Sandhya Madam, once again, thank you very much. Thank you so much and have a great week. All official protocols are now suspended. Right. Thank you. Nagesheta, thank you to all. Nagesheta feedback of എനിക്ക് പ്രൈവറ്റ് ആയിട്ടാ വന്നിട്ടുള്ളത്. Thank you. അല്ല everyone ഇട്ടായിരുന്നു ഞാൻ മെസ്സേജ്. Yes. Excellent. Thank you, Saluja Madam. Thank you, Ijas, and thank you everybody who are here. Najib sir, thank you, Shabana Madam, and Prakash Eda. Thank you very much, Zone Officer, and Sabit VK. Thank you very much, Alika. Thank you very much, and also I believe Dinesh sir. Dinesh sir, thank you very much. So, with all your permission, I am going to end the meeting. See you in the next program, and once again, thanking everybody and have a great Sunday. Have a great week ahead. Thank you.